on the center. Press. ഈ സമയം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവരുടെ സ്വാതന്ത്ര്യ ദിന സന്ദേശം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്കാരുള്ള എല്ലാ സ്ഥലങ്ങളിലും അത്യാവേശപൂർവ്വം ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ നൂറ്റാണ്ടുകളോളം വിദേശികളുടെ ആധിപത്യത്തിലായിരുന്നു നമ്മുടെ രാജ്യം. ആ വിദേശാധിപത്യത്തിന് കീഴിൽ അടിമകളെപ്പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ. ആ വിദേശാധിപത്യത്തിനെതിരായിക്കൊണ്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം ഇന്ത്യൻ ജനത ഏറ്റെടുത്തു. ആ പോരാട്ടത്തിൻ്റെ ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിട്ടുപോയി 75 വർഷം തികയുന്ന ഈ സന്ദർഭം ഓരോ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം വ്യത്യസ്ത മേഖലകളിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ആർജിച്ചിട്ടുണ്ട്. ആ നേട്ടങ്ങളെല്ലാം തന്നെ നമ്മൾ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടനയുടെ സവിശേഷതകളും പ്രത്യേകതകളും ഈ 75 വർഷക്കാലവും നാം ഉയർത്തിപ്പിടിച്ചു. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും നൽകുന്ന മഹത്തായ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായിരിക്കണമെന്ന് നമ്മുടെ പൂർവികർ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്നും നാം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങളും ജാതികളും സംസ്കാരങ്ങളും വേഷവിധാനങ്ങളും ഭാഷകളും എല്ലാം ഉൾച്ചേർന്നതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കണമെന്ന് നമ്മുടെ പൂർവികർ ആഗ്രഹിക്കും. അതനുസരിച്ചുകൊണ്ട് ഭരണഘടനയിൽ തന്നെ അത് ചേർക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനവും കേന്ദ്രവും. അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളും അതുപോലെ തന്നെ കേന്ദ്രത്തിനും പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ. അതിനാണ് നമ്മൾ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. ആ ഫെഡറൽ സംവിധാനമാണ് 75 വർഷക്കാലവും നമ്മുടെ രാജ്യത്ത് നിലനിർത്തുന്നത്. അതുപോലെ തന്നെയാണ് തുല്യത. പറയാം, സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിയുമ്പോഴും തുല്യതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരികയാണ്. അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ഭരണഘടന ഭാവന ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചുകൊണ്ടാണ് 75 വർഷക്കാലം നാം സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പിന്നിടുന്നത്. തീർച്ചയായിട്ടും 75 വർഷം പിന്നിടുന്ന ഈ സന്ദർഭം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട്.
അത് ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും 75-ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ഒരു മഹതി നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റായി എന്നുള്ളതാണ്. ഏറ്റവും അഭിമാനമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണത്. പക്ഷേ അങ്ങനെ അഭിമാനമുണ്ടാകുന്നു എന്ന് നാം കരുതുമ്പോഴും അപമാനം ഉണ്ടാക്കുന്ന സംഭവവാസങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം വിസ്മരിച്ചുകൂടാ. ഇന്നും കാലത്ത് മാധ്യമത്തിലൂടെ നമ്മൾ ഭാഗത്ത് വായിച്ചതാണ്. ഒരു ദളിത് കുട്ടി, കേവലം 9 വയസ്സുള്ള കുട്ടി, നമ്മുടെ രാജ്യത്ത് അൺടച്ചബിളിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ തന്നെ തല്ലി കൊല്ലുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ്. ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ വെള്ളം വെച്ച് പാത്രത്തെ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇപ്പോഴും അത് തുല്യത എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അതിലൂടെ തെളിയുന്നത്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ അവരുടെ ജീവൻ വിലർപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായുള്ള പോരാട്ടത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. എല്ലാ മനുഷ്യരുടെയും മോചനമായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ മുൻപുള്ള കടമ അത് തന്നെയാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അറിയാം, കേരളം ആ കാര്യത്തിൽ ഏറെ മുന്നിലാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. വ്യത്യസ്ത മേഖലയിൽ നമുക്ക് മാതൃകയായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയയാവട്ടെ, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ മേഖലയാകട്ടെ, അവിടെയെല്ലാം നമുക്ക് വ്യത്യസ്ത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു. അതിദാരിദ്ര്യരെ ഉള്ള ആളുകളെ കണ്ടെത്തി അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മറ്റ് അടിസ്ഥാന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് വികസനവും മുന്നോട്ട് കൊണ്ടുപോവുക, സാമൂഹ്യക്ഷേമ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇനിയുള്ള നമ്മുടെ കുറവുകൾ എന്താണെന്ന് കണ്ടെത്താനും നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം നിലനിർത്താനും വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും 75-ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭം ഓരോ ഭാരതീയനും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്സും അതിനുള്ള ആർജവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ച ധീരന്മാരെ നാം ഈ സന്ദർഭത്തിൽ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച ഒട്ടേറെ ദേശാഭിമാനികളായിട്ടുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. ആ ദേശാഭിമാനികളെല്ലാം തന്നെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ആഘോഷ പരിപാടികൾ കേവലം ഒരു ആഘോഷ പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയും എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിന പരേഡിലും അതുപോലെ തന്നെ മറ്റ് പരിപാടികളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യദിനത്തിൻ്റെ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കിൽ നിർത്തുന്നു. ജയ് ഭാരത്. നന്ദി സർ. അടുത്തതായി ദേശഭക്തിഗാനം ആലപിക്കുന്നതിനായി
ഗംഗയും യമുനയും കൃഷ്ണയും സിന്ധുവും മംഗളമോതുന്ന നാട്. മഹാരഥന്മാർ പിറന്ന നാട്, മഹിമകളേറും നാട്. ജനിച്ച നാടിനു വേണ്ടി ഇവിടെ ജീവത്യാഗം ചെയ്തവരെ, നിങ്ങൾ നയിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ ഗീതികൾ ഞങ്ങളിൽ മുഴങ്ങിയിടുന്നു. ഇന്ത്യ എന്റെ രാജ്യം, ഈ രാജ്യമെന്റെ പുണ്യം. ഇവിടെ ജനിച്ചു വളർന്ന നമ്മൾ എന്നും ഭാരത മക്കൾ, ഭാരത മക്കൾ നമ്മൾ. ജയ ഹേ ജയ ഹേ ജയ ഹേ, ജയ 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 ഹേ ജയ ഹേ. അടുത്തതായി ബഹുമാനപ്പെട്ട മന്ത്രി അവർ ഇന്ന് നടന്ന പരേഡിലെ മികച്ച പ്ലട്ടൂണുകൾക്കുള്ള ട്രോഫികൾ സമ്മാനിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് ഫോർ സർവീസ് പ്ലട്ടൂൺ. കേരള ഫോറസ്റ്റ് ഡിവിഷന്റെ പ്ലട്ടൂണാണ് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത്. നയിച്ചത് ശ്രീ ഷജീവ് കുമാർ വിയാർ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. സെക്കൻഡ് പ്രൈസ് ശ്രീമതി കൃഷ്ണ പ്രസാദ്, തൃശൂർ റൂറൽ വനിതാ പോലീസിന്റെ പ്ലട്ടൂൺ. റൂറൽ വനിതാ പോലീസിന്റെ പ്ലട്ടൂൺ സെക്കൻഡ് പ്രൈസ്. വിളിക്കുന്നവർക്ക് പ്ലട്ടൂണുകൾ അക്ഷരരാക്കി പെട്ടെന്ന് കടന്നു വരിക. ഫസ്റ്റ് പ്രൈസ് ഫോർ സീനിയർ NCC ബോയ്സ് പ്ലട്ടൂൺ. തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെ 23rd കേരള ബറ്റാലിയൻ NCC സീനിയർ ബോയ്സ് പ്ലട്ടൂൺ, ശ്രീ ആദിത്യ നളിൻ, പ്ലട്ടൂൺ കമാൻഡർ. Second prize for senior NCC boys platoon. Under officer Sri Arunjit PR Naija, Sri Kerala College 24th Kerala Battalion NCC senior boys platoon. And the first prize for senior NCC girls. Kumari Meenakshi Ilarji Naija Kerala Vimala College in 7th Kerala Battalion NCC senior girls platoon. Second prize for senior NCC girls. Kumari Jisha Vijay Naija, Kerala Varma College in 7th Kerala Battalion NCC senior girls platoon. First prize for SPC platoon. Kumari Naila Fatima K. Naija, Vadakanjeri Government Girls High School in
Students Police Cadet and Platoon. First prize for SPC. Naila Fatima. Second prize. Archa Girish Techa. Nailangadi Model Residential School in the Students Police Cadet Rural Girls Platoon. First prize for Band Platoon. Saint Anne's Convent Higher Secondary School in the Kumari Aditya PM Naisha Band Platoon. Second prize for Band Platoon. Kumari Anjana Rose Naisha Mupliyam Government High Secondary Students Police in the Band Platoon. അടുത്തതായി സായുധ സേന പതാക നിധി റോളിംഗ് ട്രോഫി വിതരണമാണ്. കഴിഞ്ഞ വർഷം സായുധ സേന പതാക നിധിയിലേക്ക് ഏറ്റവും കൂടുതൽ തുക ജില്ലാതലത്തിൽ സ്വരൂപിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള റോളിംഗ് ട്രോഫിക്ക് അർഹരായിരിക്കുന്നത് SKHSS ആനന്ദപുരമാണ്. മുഖ്യാതിഥിയിൽ നിന്ന് ട്രോഫികൾ ഏറ്റുവാങ്ങുന്നതിനായി വിദ്യാലയത്തിലെ അധ്യാപിക ശ്രീമതി ശ്രീവിദ്യയെ സാദരം ക്ഷണിക്കുന്നു. ശ്രീമതി ശ്രീവിദ്യ. അടുത്തതായി ഈ പരേഡിനെ നയിച്ച നിരവധി പരേഡുകൾ നയിച്ച ഇന്നത്തെ പരേഡ് കമാൻഡർ ശ്രീ കെ വിനോദ് കുമാറിനുള്ള ട്രോഫി ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി കൈമാറുന്നു. പരേഡ് അവസാനിക്കുകയാണ്. പരേഡിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल भंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे പരേഡ് അവസാനിക്കുകയാണ്. പരേഡ് കമാൻഡർ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിയുടെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യുന്നു.
പരേഡ് അവസാനിപ്പിക്കുന്നതിനുള്ള അനുവാദം ചോദിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരാധനായിട്ടുള്ള